ഇന്ന് അതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ അതിനെ ആ ദിവസം നോമ്പ് പിടിക്കൽ ബിദ്അത്താണെന്നൊക്കെ പറയുന്നുണ്ട്. നാം ഒന്ന് മനസ്സിലാക്കുക, ഈ നോമ്പ് നമ്മൾ പിടിക്കേണ്ട നോമ്പ് തന്നെയാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഈ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ നോമ്പിന്റെ തെളിവുകൾ തന്നെ. സാന്ദർഭികമായി പറയുകയാണ്, ഇബാദത്തുകൾ ചെയ്യാൻ ലഈഫായ ഹദീസുകൾ തന്നെ നാം മനസ്സിലാക്കിയാൽ മതി. ലഈഫായ ഹദീസുകൾ തന്നെ മതി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിഷേധിക്കുന്ന ആളുകളിലെ മഹാന്മാരെക്കാളും വലിയ മഹാന്മാരൊന്നുമില്ലല്ലോ. അത് നമ്മൾ ചിന്തിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ മാസത്തെ ഈ ജനുവരി 28-നാണ് പരിശുദ്ധമായ റജബിന്റെ നോമ്പ്. അല്ലാഹു ഇബാദത്തുകൾ ചെയ്ത് മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജനുവരി 28 ചൊവ്വാഴ്ചയാണ് മിഅ്റാജിന്റെ നോമ്പ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മാത്രമല്ല റജബ് 27 നോമ്പിനെ കുറിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസുകളുണ്ട്. ഇത് പിടിക്കാതെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എങ്കിൽ ഇങ്ങനെ ഹദീസുകൾ വരുമോ? ലഈഫ എന്ന് പറയുന്നുണ്ട്. ഇബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി ലഈഫായ ഹദീസാണെങ്കിലും മതി. മുഅ്മിനീങ്ങളെ കേട്ടോളിൻ ഒരു ഹദീസ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മനസ്സിലാക്കണേ. മൻ സാമ യൗമ സാബിഅ വ 20 മൻ സാമ യൗമ സാബിഅ വ 20 മിൻ റജബ കുതിബ ലഹു സവാബു സിയാമി 60 ശഹറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മൻ സാമ യൗമ സാബിഅ വൽ 20 മൻ സാമ യൗമ സാബിഅ വ 20. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഏതൊരുവനാണോ മിൻ റജബ, റജബ് മാസത്തിൽ റജബിന്റെ 27ാമത്തെ ദിവസമുണ്ടല്ലോ, ആ ദിവസം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ കുതിബ ലഹു സവാബു സിയാമി 60 ശഹറാ. അവൻ 60 മാസം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലും വലിയ തെളിവൊന്നും വേണ്ട മുഅ്മിനീങ്ങളെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തുകൾ ചെയ്യാൻ ഒരു അവസരം നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ പാഴാക്കി കളയരുത് മുഅ്മിനീങ്ങളെ. നാളെ സ്വർഗ്ഗത്തിൽ ചെന്നാലും